അടിപൊളി വേണം. വേറെ ലെവലായിരുന്നു. പൊളിച്ചിട്ടുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. ഇമോഷണൽ പാർട്സ് എല്ലാം വർക്കാവും. ഒന്നും വർക്കാവാത്തതില്ല. ഇതുപോലെ ചെറിയ നമുക്കുണ്ടായിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആ വലിക്കും. രാഹുൽ രാജ് സാറാണ് മ്യൂസിക് ചെയ്തിരുന്നത്. സാറിൻ്റെ മ്യൂസിക് നമുക്ക് കുറേ കാലത്തിന് ശേഷം നല്ല മ്യൂസിക് സിനിമയിലൂടെ കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ ഒരു ഇത് പറയുന്നത് നാരായണീൻ്റെ ആൺമക്കൾ, 3 ആൺമക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കോഴിക്കോട് ഭാഗത്താണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആ ഒരു പേരിൽ തന്നെ ഒരു നാട്ടുമ്പുറങ്ങളിലുള്ള ഒരു കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോജിച്ചാൻ്റെ ക്യാരക്ടറാണ് എനിക്ക് കുറച്ചുകൂടി ഡെപ്തായിട്ട് തോന്നുന്നത്. ആളുടെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു സിനിമയാണ്. എല്ലാം തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണണം. നല്ല സിനിമകളെ എല്ലാവരും പ്രോത്സാഹിക്കണം. ഭയങ്കര ഇഷ്ടമായ ഒരു പരിപാടിയാണ്. ഫാമിലി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഈ അന്യം നിന്ന് പോകുന്ന ഒരു ഫാമിലി ബന്ധങ്ങൾ അത് കൂട്ടി യോജിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പരിപാടി. എനിക്ക് അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. വിദേശത്തുള്ള എൻ്റെ അതൊക്കെ വിദേശത്താണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും കാണുന്ന പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ ഒരു രസമുള്ള ഒരു പരിപാടിയല്ലേ. അങ്ങനെ എനിക്കത് ഒരുപാട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. കറക്റ്റായിട്ടുള്ളൊരു അവർ തമ്മിലുള്ള എനിക്ക് നന്നായിട്ട് വർക്കായി. നല്ല പടമാണ്. ജോജു സുരാജേട്ടൻ അവരുടെ ആ ഒരു കോമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് നല്ല രസമായിട്ടുള്ളൊരു എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ സ്റ്റോപ്പേജിൽ പോകുന്ന ഒരു ഫാമിലി ഇമോഷണൽ പരിപാടിയാണ്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? ശരൺ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഭയങ്കര ഫീൽ ഗുഡ് മൂവീസ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതെ, വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് മ്യൂസിക് ഈ സിനിമയോട് ഭയങ്കര ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അതിൻ്റെ മ്യൂസിക് ആ സീൻസിനോട് ചേർന്ന് പോകുന്നത്. സോ അത് കാണുന്ന അതേപോലെ തന്നെ ഒരു ഫീൽ ഗുഡാണ് ടു ലിസൺ ടു ദിസ് മൂവി. ഇതിനുശേഷം ഇപ്പോൾ ഞാൻ നാളെ ഒരു പ്ലേയുമായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. തിയേറ്റർ ആർട്ടിസ്റ്റ്. സോ അതുകൊണ്ട് നാളെ go to Delhi with my performance. Okay. ജോജു ഇവരൊക്കെ എങ്ങനെ അഭിനയം? നല്ല പെർഫോമൻസ് ആയിരുന്നു. ജോജുവിൻ്റെ അതുപോലെ പിന്നെ സുരാജിൻ്റെ നന്നായിട്ട് അഭിനയിച്ചു. ഫാമിലിയായിട്ട് കാണാൻ പറ്റും. ഫാമിലിയായിട്ട് കാണാം. ഓക്കെ.